നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സൗദി സമാധാന ചർച്ചകൾക്കിടെ ആക്രമണം തുടർന്ന് ഉക്രൈനും റഷ്യയും. കൈവിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണം ചെറുത്തുവന്ന ഉക്രൈനിയൻ അധികൃതർ. ചൊവ്വാഴ്ച രാവിലെ നടന്ന വൻ ആക്രമണത്തിൽ മോസ്കോയെ ലക്ഷ്യമിട്ടുള്ള 60 ഉക്രൈനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി മോസ്കോ മേയർ സെർജി സോബിയാനിൻ. ഉക്രൈനിൽ നടക്കുന്ന സംഘർഷങ്ങൾക്ക് സൈനിക പരിഹാരമില്ല എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. അഭിപ്രായ പ്രകടനം സൗദി അറേബ്യയിൽ നടക്കാനിരിക്കുന്ന ഉന്നതതല യോഗങ്ങൾക്ക് മുമ്പ്. ബ്രിട്ടനിലെ ആനുകൂല്യ സംവിധാനം ലോകത്തിലെ ഏറ്റവും മോശം ഒന്നാണെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ആരോഗ്യ വൈകല്യ ആനുകൂല്യങ്ങൾക്കുള്ള ബിൽ വെട്ടിക്കുറയ്ക്കുന്നതിന് കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്ന് കെയർ സ്റ്റാർമർ. ഡൊണാൾഡ് ട്രംപ് താരിഫ് ഭീഷണി ഉയർത്തുന്നതിനിടയിൽ കാനഡയുടെ നിയുക്ത പ്രധാനമന്ത്രി മാർക്ക് കാർണി ജസ്റ്റിൻ ട്രൂഡോയെ കണ്ടു. യുഎസുമായുള്ള വ്യാപാര യുദ്ധത്തെ തുടർന്ന് അധികാര കൈമാറ്റം വേഗത്തിലാക്കാൻ തീരുമാനം. മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമായ എക്സിനെതിരെ തുടർച്ചയായി ആഗോളതലത്തിൽ ആക്രമണം നടക്കുന്നതായി ഇലോൺ മസ്ക്. അതിക്രമത്തിന് പിന്നിൽ സംഘടിതമായ വലിയ ഏതെങ്കിലും ഗ്രൂപ്പോ അല്ലെങ്കിൽ രാജ്യമോ ഉണ്ടാവാൻ സാധ്യതയെന്ന് മസ്ക്. ശമ്പളത്തിനായി വിമാനത്താവള ജീവനക്കാർ രാജ്യവ്യാപകമായ പണിമുടക്ക് തുടരുന്നു. ജർമ്മനിയിലുടനീളം നൂറുകണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മൗറീഷ്യസിലെത്തി. പോർട്ട് ലൂയിസിലെ വിമാനത്താവളത്തിൽ മോദിയെ സ്വീകരിച്ച മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ രാകുലം. രാജ്യാന്തര യാത്രക്കാർക്ക് കുവൈറ്റിൽ വിനോദസഞ്ചാരത്തിന് അവസരം നൽകുന്ന ട്രാൻസിറ്റ് വിസ ഉടൻ നിലവിൽ വരും. നേരത്തെ അപേക്ഷിച്ച് വിസ നേടി നിശ്ചിത കാലാവധിക്കുള്ളിൽ മടങ്ങണം. വിദേശ മെഡിക്കൽ ബിരുദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവിടെ കോഴ്സിൽ ചേരുന്നതിന് മുൻപ് ഇവിടെ നീറ്റ് യോഗ്യത നേടണമെന്ന് സുപ്രീം കോടതി. 2018 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ നിയമത്തിൽ കൊണ്ടുവന്ന വ്യവസ്ഥ അംഗീകരിച്ച് സുപ്രീം കോടതി. ശബരിമലയിൽ ഇനി അയ്യപ്പ ദർശനത്തിന് പുതിയ സംവിധാനം. 18ാം പടി കയറി നേരെ അയ്യപ്പനെ ദർശിക്കാം. വാർത്തകൾ വിശദമായി. ഉക്രൈൻ തലസ്ഥാനമായ കൈവിൽ രാത്രിയിൽ റഷ്യ വ്യോമാക്രമണം നടത്തി. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണത്തെ ചെറുത്തതായി ഉക്രൈനിയൻ അധികൃതർ തിങ്കളാഴ്ച രാത്രി പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ നടന്ന വൻ ആക്രമണത്തിൽ മോസ്കോയെ ലക്ഷ്യമിട്ടുള്ള കുറഞ്ഞത് 60 ഉക്രൈനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി മോസ്കോ മേയർ സെർജി സോബിയാനിൻ പറഞ്ഞു. മോസ്കോയിലെ 2 വിമാനത്താവളങ്ങളായ ഡെമോഡെഡോവോ, സുക്കോവ്സ്കി എന്നിവിടങ്ങളിൽ വിമാന ഗതാഗതം നിരോധിച്ചു. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സൗദി അറേബ്യൻ US ഉക്രൈൻ ചർച്ചകളുടെ ദിവസമായിരുന്നു മാസങ്ങൾക്കിടെ മോസ്കോയിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണം. കൈവിന് മുകളിലുള്ള ആകാശത്തിലെ ഭീഷണി ഇല്ലാതാക്കാൻ വ്യോമ പ്രതിരോധ സേന പ്രവർത്തിക്കുന്നുണ്ടെന്ന് മേയർ വിറ്റാലി ക്ലിച്കോ ടെലിഗ്രാം മെസ്സേജിംഗ് ആപ്പിൽ പറഞ്ഞു. അതിനിടെ ഉന്നതതല കൂടിക്കാഴ്ചകൾക്കായി മുതിർന്ന US ഉക്രൈനിയൻ ഉദ്യോഗസ്ഥർ സൗദി അറേബ്യയിലെത്തി. വൊളോഡിമർ സെലൻസ്കിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ്രി എർമാർക്കിന്റെ നേതൃത്വത്തിലുള്ള ഉക്രൈൻ പ്രതിനിധി സംഘം സൗദി നഗരമായ ജിദ്ദയിൽ നിഷ്പക്ഷമായി കാണപ്പെടുന്ന വിഷയത്തിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെയും മറ്റ് മുതിർന്ന വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരെയും കാണും. ഉക്രൈനിൽ നടക്കുന്ന സംഘർഷങ്ങൾക്ക് സൈനിക പരിഹാരമില്ല എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ചൊവ്വാഴ്ച സൗദി അറേബ്യയിൽ നടക്കാനിരിക്കുന്ന ഉന്നതതല യോഗങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. USന്റെ പിന്തുണയില്ലാതെ സൗദി അറേബ്യയിലുള്ള കീവിന്റെ ബന്ധം പുനഃസ്ഥാപിക്കുക എന്നതാണ് നടക്കാനിരിക്കുന്ന ഈ യോഗങ്ങളുടെ ലക്ഷ്യം. ചർച്ചകളിൽ ഉക്രൈന്റെ നിലപാട് പൂർണ്ണമായും ക്രിയാത്മകമായിരിക്കുമെന്ന് സെലൻസ്കി പറഞ്ഞു. തന്റെ രാജ്യത്ത് റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ നിന്ന് അനുകൂല ഫലം പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്രിട്ടനിലെ ആനുകൂല്യ സംവിധാനം ലോകത്തിലെ ഏറ്റവും മോശം ഒന്നാണ് എന്ന് തുറന്നു പറഞ്ഞ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ഇത്രയും പേർക്ക് ആനുകൂല്യങ്ങൾ തുടരുന്നതിൽ ന്യായീകരണമില്ലെന്നും പ്രധാനമന്ത്രി. വികലാംഗ പേയ്മെന്റുകളിൽ ആഴത്തിലുള്ള വെട്ടിക്കുറവുകൾക്ക് തയ്യാറെടുക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ നിലപാട് വരുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം ലേബർ എംപിമാരുടെ ഒരു സ്വകാര്യ യോഗത്തിന് അഭിസംബോധന ചെയ്തുകൊണ്ട് ജോലി ചെയ്യുന്ന പ്രായത്തിലുള്ള പൗരന്മാരുടെ ആരോഗ്യ വൈകല്യ ആനുകൂല്യങ്ങൾക്കുള്ള ബിൽ വെട്ടിക്കുറയ്ക്കുന്നതിന് കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്ന് കെയർ സ്റ്റാർമർ പറഞ്ഞു. 2030ഓടെ ഈ തുക 70 ബില്യൺ പൗണ്ടിലെത്തുമെന്ന ഭീതിയിലാണ് UK സർക്കാർ. പ്രധാന വൈകല്യ ആനുകൂല്യമായ വ്യക്തിഗത സ്വാതന്ത്ര്യ പേയ്മെന്റിൽ നിന്ന് അടുത്ത 3 വർഷത്തിനുള്ളിൽ 3 ബില്യൺ പൗണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന് സർക്കാർ ഇതിനകം വ്യക്തമാക്കിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് ഭീഷണി ഉയർത്തുന്നതിനിടയിൽ കാനഡയുടെ നിയുക്ത പ്രധാനമന്ത്രി മാർക്ക് കാർണി ജസ്റ്റിൻ ട്രൂഡോയെ കണ്ട് ചർച്ച നടത്തി. യുഎസുമായുള്ള വ്യാപാര യുദ്ധത്തെ തുടർന്ന് അധികാര കൈമാറ്റം വേഗത്തിലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. ഏകദേശം 86% വോട്ട് നേടിയാണ് കാർണി വിജയിച്ചത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ കടിഞ്ഞാൺ ഏറ്റെടുക്കാൻ തയ്യാറെടുക്കുമ്പോൾ ധാരാളം തടസ്സങ്ങൾ മറികടക്കാനാകുമെന്നും കാർണി കൂട്ടിച്ചേർത്തു. പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി ആക്ടിവിസ്റ്റുകൾക്ക് അന്ത്യശാസനം നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രതിഷേധത്തിൽ പലരും വിദ്യാർത്ഥികളല്ലെന്നും പണം വാങ്ങി പ്രക്ഷോഭം നടത്തുന്നവരാണെന്നും തന്റെ ഭരണകൂടം ഭീകരവാദ അനുകൂല സെമിറ്റിക് വിരുദ്ധ അമേരിക്കൻ വിരുദ്ധ പ്രവർത്തനങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി.
പാലസ്തീൻ അനുകൂല വിദ്യാർത്ഥി ആക്ടിവിസ്റ്റ് മഫൂദ് ഖലീലിനെ നേരത്തെ തന്നെ US അറസ്റ്റ് ചെയ്തിരുന്നു. ഈ അറസ്റ്റിന് പിന്നാലെയാണ് ട്രംപ് ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമായ എക്സിനെതിരെ തുടർച്ചയായി ആഗോളതലത്തിൽ ആക്രമണം നടത്തുന്നെന്ന് മേധാവിയും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്ക്. ഈ അതിക്രമത്തിന് പിന്നിൽ സംഘടിതമായ വലിയ ഏതെങ്കിലും ഗ്രൂപ്പോ അല്ലെങ്കിൽ രാജ്യമോ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് മസ്ക് പറയുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം 3-നും 9-നും ഇടയിൽ ഉപയോക്താക്കൾക്ക് ആപ്പ് ഉപയോഗിക്കാനോ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് എക്സിനെതിരെയുള്ള ആക്രമണത്തെ പറ്റി ഇലോൺ മസ്ക് പറയുന്നത്. ആപ്പ് പ്രവർത്തിക്കുന്നില്ലെന്ന് ആയിരക്കണക്കിന് ഉപയോക്താക്കളാണ് പരാതിപ്പെട്ടത്. ശമ്പളത്തിനായി വിമാനത്താവള ജീവനക്കാർ രാജ്യവ്യാപകമായി നടത്തുന്ന പണിമുടക്ക് കാരണം ജർമ്മനിയിലുടനീളം നൂറുകണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കി. ട്രേഡ് യൂണിയൻ വെർഡിയുടെ നേതൃത്വത്തിൽ നടന്ന വ്യാവസായിക സമരം ഞായറാഴ്ച ഹാംബർഗ് വിമാനത്താവളത്തിൽ അപ്രതീക്ഷിതമായി ആരംഭിച്ച് പിന്നീട് രാജ്യവ്യാപകമായി പണിമുടക്കായി വ്യാപിക്കുകയായിരുന്നു. ഫ്രാങ്ക്ഫർട്ട്, മ്യൂണിക്, ബെർലിൻ, മറ്റ് പ്രധാന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ യാത്രക്കാരോട് വിമാനത്താവളങ്ങളിലേക്ക് തൽക്കാലം യാത്ര ചെയ്യരുതെന്ന് സമരക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വിമാനത്താവള പ്രവർത്തനങ്ങൾ ഗുരുതരമായി തടസ്സപ്പെട്ടു. ജർമ്മനിയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും യാത്രക്കാർക്ക് വിമാനങ്ങളിൽ കയറാൻ കഴിയാത്ത അവസ്ഥയാണ്. ആയിരക്കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കപ്പെടുമെന്ന് ജർമ്മൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് 5 ലക്ഷത്തിലധികം യാത്രക്കാരുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്നു. ഫ്രാങ്ക്ഫർട്ടിൽ പ്രധാന എയർലൈനായ ലുഫ്താൻസ ഗ്രൂപ്പ് അതിന്റെ എല്ലാ എയർലൈനുകളിലും കാലതാമസങ്ങളും റദ്ദാക്കലുകളും സ്ഥിരീകരിച്ചു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് മുൻ ഫിലിപ്പീൻസ് പ്രസിഡന്റ് റോഡ്രിഗോ ഡുട്ടേർട്ടെ കസ്റ്റഡിയിലെടുത്തു. മയക്കുമരുന്ന് വിരുദ്ധ നടപടികളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യത്വരഹിത കുറ്റകൃത്യങ്ങളിൽ 30,000 പേർ കൊല്ലപ്പെട്ടതായി ആരോപിച്ചാണ് ICC പ്രോസിക്യൂട്ടർമാർ കേസെടുത്തത്. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും ദരിദ്ര നഗരപ്രദേശങ്ങളിലെ പുരുഷന്മാരായിരുന്നുവെന്നും അവർ തെരുവുകളിലോ വീടുകളിലോ വെടിയേറ്റ് മരിച്ചുവെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഹോങ്കോങ്ങിൽ നിന്ന് മടങ്ങിയെത്തിയ ഡുട്ടേർട്ടിനെ ചൊവ്വാഴ്ച രാവിലെ മനില വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാർഡ്. ഇന്തോ പസഫിക് മേഖലയുടെ ഭാഗമായി നിരവധി രാജ്യങ്ങൾ സന്ദർശിക്കുമെന്നും അവർ വ്യക്തമാക്കി. സമാധാനവും സ്വാതന്ത്ര്യവും നിലനിർത്തുകയെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യം നിറവേറ്റുന്നതിനാണ് താൻ വിദേശ സന്ദർശനത്തിന് ഒരുങ്ങുന്നതെന്നും തുളസി ഗബാർഡ് പറഞ്ഞു. ഇന്ത്യ സന്ദർശനം കഴിഞ്ഞ് ഉടൻ തന്നെ ഫ്രാൻസും സന്ദർശിക്കാൻ പദ്ധതി ഉള്ളതായാണ് റിപ്പോർട്ട്. രാജ്യാന്തര യാത്രകൾക്ക് കുവൈറ്റിൽ വിനോദസഞ്ചാരത്തിന് അവസരം നൽകുന്ന ട്രാൻസിറ്റ് വിസ ഉടൻ നിലവിൽ വരും. നേരത്തെ അപേക്ഷിച്ച് വിസ നേടി നിശ്ചിത കാലാവധിക്കുള്ളിൽ മടങ്ങണം. യൂറോപ്പ്, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ നിലവിൽ കുവൈറ്റ് വഴി യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുമതിയില്ല. ട്രാൻസിറ്റ് വിസ അവതരിപ്പിക്കുന്നതിലൂടെ വിനോദസഞ്ചാര രംഗത്തെ ഉണർവാണ് ലക്ഷ്യമിടുന്നത്. രണ്ടാമത്തെ ടെർമിനൽ കൂടി തുറന്നതിനാൽ കുവൈറ്റ് വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഗാർഹിക തൊഴിലാളികളുടെ എണ്ണത്തിൽ ഗുരുതരമായ പ്രതിസന്ധി നേരിട്ട് കുവൈറ്റ്. തൊഴിലാളികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നു. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷന്റെ പുതിയ ഡേറ്റ പ്രകാരം കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ 30,377 ഗാർഹിക തൊഴിലാളികളുടെ കുറവാണ് വന്നിട്ടുള്ളത്. 2024 ഡിസംബർ അവസാനത്തോടെ കുവൈത്തിലെ ഗാർഹിക തൊഴിലാളികളുടെ മൊത്തം എണ്ണം ഏകദേശം 7,80,930 ആയി. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ കുവൈത്തിൽ പ്രവാസിക്ക് വൻതുക പിഴ. സ്റ്റേറ്റിന് 25% മൂലധനമുള്ള ഒരു പ്രധാന കമ്പനിയുടെ അക്കൗണ്ടിംഗ് യൂണിറ്റ് മേധാവിയെ ക്രിമിനൽ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഈജിപ്ഷ്യൻ പൗരനായ ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും 2 ദശലക്ഷം ദിനാർ പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. തൊഴിലുടമയുടെ പണം റിയൽ എസ്റ്റേറ്റും സ്വർണ്ണക്കട്ടികളും വാങ്ങാൻ ഉപയോഗിച്ച് വെളുപ്പിച്ചുവെന്നാണ് കേസ്. രണ്ടാമത്തെ പ്രതിയായ അമേരിക്കൻ പൗരനെ കോടതി 7 വർഷം തടവിന് ശിക്ഷിച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ ഭരണകൂട തീരുമാനങ്ങളെ പരസ്യമായി അപമാനിച്ച സ്ത്രീ കുവൈറ്റിൽ അറസ്റ്റിൽ. കുവൈറ്റ് പൗരത്വ നിയമത്തിലെ ആർട്ടിക്കിൾ 8 പ്രകാരം അവരുടെ പൗരത്വം റദ്ദാക്കിയിരുന്നു. നിയമലംഘനങ്ങൾ പരിഹരിക്കുന്നതിനും ഭരണകൂട സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിനുമുള്ള നിലവിലെ സുരക്ഷാ ശ്രമങ്ങളുടെ ഭാഗമായാണ് അറസ്റ്റെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ വിശദീകരിച്ചു. ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ സ്ത്രീയുടെ നിയമലംഘനങ്ങൾ നിരീക്ഷിച്ച അധികൃതർ നടത്തിയ സമഗ്രമായ അന്വേഷണത്തെ തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇനിയൊരിടവേള. വാർത്തകൾ തുടരുന്നു. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മൗറീഷ്യസിൽ എത്തി. പോർട്ട് ലൂയിസിലെ വിമാനത്താവളത്തിൽ മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ രാങ്കുലം അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ ആലിംഗനം ചെയ്താണ് മൗറീഷ്യസ് പ്രധാനമന്ത്രി അദ്ദേഹത്തെ സ്വീകരിച്ചത്. അർദ്ധരാത്രിയോടെയാണ് പ്രധാനമന്ത്രി മോദി മൗറീഷ്യസിലേക്ക് പുറപ്പെട്ടത്. മാർച്ച് 11, 12 തീയതികളിൽ നടക്കുന്ന രാജ്യത്തിന്റെ 57ാമത് ദേശീയ ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാനാണ് അദ്ദേഹം അവിടെ എത്തിയത്.
വിദേശ മെഡിക്കൽ ബിരുദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവിടെ കോഴ്സിൽ ചേരുന്നതിന് മുൻപ് ഇവിടെ നീറ്റ് മറികടക്കണമെന്ന് സുപ്രീം കോടതി. വിദേശ മെഡിക്കൽ കോഴ്സിൽ ചേരാൻ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ നീറ്റ് യോഗ്യത നേടണം. 2018 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ നിയമത്തിൽ കൊണ്ടുവന്ന ഈ വ്യവസ്ഥ സുപ്രീം കോടതി അംഗീകരിച്ചു. വ്യവസ്ഥയ്ക്കെതിരെ സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികളിൽ ഇടപെട്ടില്ല. വ്യവസ്ഥ ഭരണഘടനാ വിരുദ്ധമല്ല, ഏകപക്ഷീയമോ യുക്തിരഹിതമോ അല്ല. അതിനാൽ ഹർജികൾ തള്ളുകയാണെന്ന് കോടതി വ്യക്തമാക്കി. വ്യവസ്ഥ നിയമവിരുദ്ധമാണെന്ന് അരുണാദിത്യ, ദുബെ തുടങ്ങിയ വിദ്യാർത്ഥികൾ വാദിച്ചു. എന്നാൽ സുതാര്യത ഉറപ്പാക്കാനാണ് നടപടിയെന്ന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അറിയിച്ചു. ഫെബ്രുവരി 4 വിധി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയായിരുന്നു. നിയന്ത്രണങ്ങളിൽ ഇടപെടാൻ കാരണങ്ങളില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വ്യവസ്ഥ നിലവിൽ വന്ന ശേഷവും നീറ്റ് യോഗ്യതയോടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നേടാതെയാണ് വിദേശ കോഴ്സിന് ചേർന്നതെങ്കിൽ അത്തരക്കാർക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിയമവ്യവസ്ഥ പാലിക്കണം. അനിവാര്യമായ യോഗ്യതയായിട്ടാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ നിയമത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഇന്ത്യക്ക് പുറത്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം ആരും തടയുന്നില്ലെന്നും ജസ്റ്റിസുമാരായ BR ഗവായ്, K വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിൽ സ്വകാര്യ ഹോട്ടലിൽ നടന്ന ഫാഷൻ ഷോ വിവാദമായി. പുണ്യമാസമായ റമദാനിൽ ഫാഷൻ ഷോ സംഘടിപ്പിച്ചതാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. സംഭവത്തിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളക്കെതിരെ ആരോപണവുമായി പ്രതിപക്ഷമായ BJP രംഗത്തെത്തി. പുണ്യ റമദാൻ മാസത്തിൽ ഫാഷൻ ഷോ സംഘടിപ്പിച്ചത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് മുൻ മുഖ്യമന്ത്രിയും ജമ്മു കാശ്മീർ PDP നേതാവുമായ മെഹബൂബ മുഫ്തി പ്രതികരിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 100ാമത് വിമാനത്തിന്റെ ഫ്ളാഗ് ഓഫ് ബംഗളൂരുവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജിംഗ് ഡയറക്ടർ അലോക് സിംഗ് നിർവഹിച്ചു. ഇതോടെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഉടമസ്ഥതയിലുള്ള വിമാനങ്ങളുടെ എണ്ണം 100 കടന്നു. ഈ മാസം ആദ്യം എയർ ഇന്ത്യ എക്സ്പ്രസ് പുതുതായി വിമാന സർവീസ് ആരംഭിച്ച ഹിൻഡൻ വിമാനത്താവളത്തിലേക്കാണ് ഫ്ളാഗ് ഓഫിന് ശേഷം 100ാമത് വിമാനം സർവീസ് നടത്തിയത്. ആഴ്ചയിൽ 445ലധികം വിമാന സർവീസുകളുമായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പ്രധാന കേന്ദ്രമാണ് ബംഗളൂരു. 100ാമത് വിമാനത്തിൽ കർണാടകയുടെ പരമ്പരാഗത ചുവർച്ചിത്ര കലയായ ചിത്താര ടെയിൽ ആർട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ ജഡ്ക മട്ടൻ കടകളും പുതുതായി ആരംഭിച്ച മൽഹാർ സർട്ടിഫിക്കറ്റിന് കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഒരു പുതിയ സംരംഭം പ്രഖ്യാപിച്ച് മഹാരാഷ്ട്ര. ഈ കടകൾ ഹിന്ദുക്കൾ മാത്രമായി നടത്തുന്നതായിരിക്കുമെന്നും മന്ത്രി നിതേഷ് റാണെ ഊന്നി പറഞ്ഞു. മൽഹാർ സർട്ടിഫിക്കേഷൻ ഇന്ത്യയിൽ നിലവിലുള്ള ഹലാൽ സർട്ടിഫിക്കേഷന് സമാനമാണ്. അവിടെ മാംസം ശരിയത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക നിയമമനുസരിച്ച് തയ്യാറാക്കുന്നു. ഇനി കേരള ഹൈലൈറ്റ്സ്. മനുഷ്യരിലെ വിവിധ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് പ്രതിരോധിക്കാനുള്ള കണ്ടെത്തലുമായി രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ ശാസ്ത്രജ്ഞർ. ക്യാൻസർ, പ്രമേഹം തുടങ്ങി ഹൃദയനാഡി സംബന്ധിയായ രോഗങ്ങൾ വരെ തടയാനുള്ള മികച്ച ചികിത്സാ രീതികളുടെയും മരുന്നുകളുടെയും കണ്ടെത്തലിന് പഠന റിപ്പോർട്ട് സഹായകമാകും. കോശങ്ങളിലെ ജനിതക വസ്തുക്കളിൽ ഒന്നായ RNA പൂർണ്ണ വളർച്ചയെത്തുന്ന ഘട്ടവുമായി ബന്ധപ്പെട്ട ക്ലീവേജ് സൈറ്റ് ഹെറ്ററോജെനിറ്റി പ്രക്രിയയുടെ മനുഷ്യകോശങ്ങൾക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് കണ്ടെത്തൽ. ഡോക്ടർ രാകേഷ് എസ്, ലൈഷ്റാമിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ഫേബ ഷാജി, ഡോക്ടർ ജംഷായിദ് അലി എന്നിവരടങ്ങുന്ന ഗവേഷക സംഘമാണ് മോളിക്കുലാർ ബയോളജി മേഖലയിലെ സുപ്രധാന കണ്ടെത്തലിന് പിന്നിൽ. അന്താരാഷ്ട്ര പ്രശസ്തമായ റെഡോക്സ് ബയോളജി ജേണലിൽ പഠനത്തിലെ കണ്ടെത്തൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളുടെയും ആന്റി ഓക്സിഡന്റ് പ്രോട്ടീനുകളുടെയും അസന്തുലിതാവസ്ഥയാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 1905 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. വികസന ഫണ്ടിന്റെ 3ാം ഗഡുവാണ് അനുവദിച്ചത്. ഗ്രാമപഞ്ചായത്തുകൾക്ക് 1000 കോടി രൂപ ലഭിക്കും. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് 245 കോടി വീതവും മുനിസിപ്പാലിറ്റികൾക്ക് 193 കോടിയും കോർപ്പറേഷനുകൾക്ക് 222 കോടിയും ലഭിക്കും. ഈ സാമ്പത്തിക വർഷം ഇതിനകം 12,338 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി സർക്കാർ അനുവദിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2-3 ഘട്ടങ്ങൾക്ക് പാരിസ്ഥിതിക അനുമതിയായി. ഇതു സംബന്ധിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവ് ലഭിച്ചതായി മന്ത്രി VN വാസവൻ അറിയിച്ചു. 2-3 ഘട്ട വികസനത്തിന്റെ ഭാഗമായി കണ്ടെയ്നർ ടെർമിനൽ 1200 മീറ്റർ നീളത്തിലേക്ക് വിപുലീകരിക്കും. ബ്രേക്കർ വാട്ടറിന്റെ നീളം 900 മീറ്റർ കൂടി വർദ്ധിപ്പിക്കും. കണ്ടെയ്നർ സംഭരണ യാർഡിന്റെയും ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം 1220 മീറ്റർ നീളമുള്ള മൾട്ടിപർപ്പസ് ബർത്തുകൾ, 250 മീറ്റർ നീളമുള്ള ലിക്വിഡ് ബർത്തുകൾ, ലിക്വിഡ് കാർഗോ സംഭരണ സൗകര്യങ്ങളുടെ വികസനം, 77.17 ഹെക്ടർ വിസ്തൃതിയുള്ള ഭൂമി ഏറ്റെടുക്കൽ, 7.20 അളവിൽ ഡ്രഡ്ജിംഗ് എന്നിവ ഉൾപ്പെടുന്നു. ഇതോടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി പ്രതീക്ഷിച്ചതിലും നേരത്തെ പൂർത്തിയാക്കി വരുമാനം ഉറപ്പുവരുത്താൻ സർക്കാരിന് സാധിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം 30 ലക്ഷം കണ്ടെയ്നറാണ്.
ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി തുറമുഖത്തിന്റെ ശേഷി പ്രതിവർഷം 45 ലക്ഷം വരെയായി ഉയർത്താൻ സാധിക്കും. 2028-ൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥാപിത ശേഷിയുള്ള കണ്ടെയ്നർ ടെർമിനൽ ആയി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറുമെന്നും മന്ത്രി പറഞ്ഞു. ശബരിമല ദർശന രീതിയിൽ മാറ്റം വരുത്താൻ തീരുമാനമായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ശബരിമല ചുവട്ടിലെ ബലിക്കല്ല് വഴി ശ്രീകോവിലിൽ എത്തിയ അയ്യപ്പനെ ദർശിക്കാൻ സൗകര്യമൊരുക്കും. മാർച്ച് 15 മുതൽ ട്രയൽ ആരംഭിക്കും. 20 മുതൽ 25 സെക്കൻഡ് വരെ ജനത്തിന് ദർശനം കിട്ടും. വിജയിച്ചാൽ വിഷുവിന് ഇത് പൂർണ്ണതോതിൽ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിൽ ഫ്ലൈ ഓവർ ഒഴിവാക്കി ഭക്തർക്ക് നേരിട്ട് ദർശനം നടത്താൻ ദേവസ്വം ബോർഡ് ഒരുക്കുന്ന പുതിയ വഴിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. താൽക്കാലിക പാതയുടെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 18-ാം പടി കയറി എത്തുന്ന തീർത്ഥാടകരെ നേരിട്ട് ശ്രീകോവിലിന് മുന്നിലേക്ക് കടത്തിവിടാൻ കഴിയുന്നതാണ് പുതിയ സംവിധാനം. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 112.60 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.36 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 94.79 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.29 US ഡോളർ. ഇനി സ്പോർട്സ്. ഡൽഹി ക്യാപിറ്റൽസിന്റെ ഇംഗ്ലണ്ട് സൂപ്പർ താരം ഹാരി ബ്രൂക്ക് IPLൽ നിന്ന് പിന്മാറി. കരിയറിലെ തിരക്കേറിയ ഘട്ടത്തിൽ റീചാർജ് ചെയ്യാൻ സമയം വേണമെന്ന് വ്യക്തമാക്കിയാണ് ബ്രൂക്ക് പിന്മാറിയത്. താരലേലത്തിൽ 6.25 കോടി രൂപയ്ക്കാണ് ഡൽഹി ബ്രൂക്കിനെ സ്വന്തമാക്കിയത്. ബ്രൂക്ക് കളിക്കില്ലെന്ന് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് BCCI അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സൗദി സമാധാന ചർച്ചകൾക്കിടെ ആക്രമണം തുടർന്ന് ഉക്രൈനും റഷ്യയും. കൈവിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണം ചെറുത്തുവെന്ന് ഉക്രൈനിയൻ അധികൃതർ. ചൊവ്വാഴ്ച രാവിലെ നടന്ന വൻ ആക്രമണത്തിൽ മോസ്കോയെ ലക്ഷ്യമിട്ടുള്ള 60 ഉക്രൈനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി മോസ്കോ മേയർ സെർജി സോബിയാനിൻ. ഉക്രൈനിൽ നടക്കുന്ന സംഘർഷങ്ങൾക്ക് സൈനിക പരിഹാരമില്ല എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. അഭിപ്രായ പ്രകടനം സൗദി അറേബ്യയിൽ നടക്കാനിരിക്കുന്ന ഉന്നതതല യോഗങ്ങൾക്ക് മുമ്പ്. ബ്രിട്ടനിലെ ആനുകൂല്യ സംവിധാനം ലോകത്തിലെ ഏറ്റവും മോശം ഒന്നാണെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ആരോഗ്യ വൈകല്യ ആനുകൂല്യങ്ങൾക്കുള്ള ബിൽ വെട്ടിക്കുറയ്ക്കുന്നതിന് കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്ന് കെയർ സ്റ്റാർമർ. ഡൊണാൾഡ് ട്രംപ് താരിഫ് ഭീഷണി ഉയർത്തുന്നതിനിടയിൽ കാനഡയുടെ നിയുക്ത പ്രധാനമന്ത്രി മാർക്ക് കാർണി ജസ്റ്റിൻ ട്രൂഡോയെ കണ്ടു. US-ഉമായുള്ള വ്യാപാര യുദ്ധത്തെ തുടർന്ന് അധികാര കൈമാറ്റം വേഗത്തിലാക്കാൻ തീരുമാനം. മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമായ Xനെതിരെ തുടർച്ചയായി ആഗോളതലത്തിൽ ആക്രമണം നടക്കുന്നതായി ഇലോൺ മസ്ക്. അതിക്രമത്തിന് പിന്നിൽ സംഘടിതമായ വലിയ ഏതെങ്കിലും ഗ്രൂപ്പോ അല്ലെങ്കിൽ രാജ്യമോ ഉണ്ടാവാൻ സാധ്യതയെന്ന് മസ്ക്. ശമ്പളത്തിനായി വിമാനത്താവള ജീവനക്കാർ രാജ്യവ്യാപകമായ പണിമുടക്ക് തുടരുന്നു. ജർമ്മനിയിലുടനീളം 100 കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മൗറീഷ്യസിലെത്തി. പോർട്ട് ലൂയിസിലെ വിമാനത്താവളത്തിൽ മോദിയെ സ്വീകരിച്ച മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ രാകുലം. രാജ്യാന്തര യാത്രക്കാർക്ക് കുവൈറ്റിൽ വിനോദസഞ്ചാരത്തിന് അവസരം നൽകുന്ന ട്രാൻസിറ്റ് വിസ ഉടൻ നിലവിൽ വരും. നേരത്തെ അപേക്ഷിച്ച് വിസ നേടി നിശ്ചിത കാലാവധിക്കുള്ളിൽ മടങ്ങണം. വിദേശ മെഡിക്കൽ ബിരുദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവിടെ കോഴ്സിൽ ചേരുന്നതിന് മുൻപ് ഇവിടെ നീറ്റ് യോഗ്യത നേടണമെന്ന് സുപ്രീം കോടതി. 2018-ൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ നിയമത്തിൽ കൊണ്ടുവന്ന വ്യവസ്ഥ അംഗീകരിച്ച് സുപ്രീം കോടതി. ശബരിമലയിൽ ഇനി അയ്യപ്പ ദർശനത്തിന് പുതിയ സംവിധാനം. 18-ാം പടി കയറി നേരെ അയ്യപ്പനെ ദർശിക്കാം. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.